ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സേരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. Hello dear children, welcome to Kidsarea Online. Class 3 EVS. EVS എക്സാം ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കാണാവോ? ആൻസേഴ്സ് ഒക്കെ ശരിയാണോ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ആക്ടിവിറ്റി 1-ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1A 1B. 1A എഴുതാം അല്ലെങ്കിൽ 1B എഴുതാം. പക്ഷെ എഴുതുന്നത് കംപ്ലീറ്റ് ആക്കി എഴുതണം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തേത്, ഒബ്സർവ് ദ പിക്ചർ വിച്ച് റോഡ് സേഫ്റ്റി റൂൾ ഈസ് വയലേറ്റഡ് ബൈ ദ ചിൽഡ്രൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബേയിങ് ദിസ് റൂൾ? ഇതിൽ ഈ ചിത്രത്തിൽ എന്താണ് ഒരു ട്രാഫിക് നിയമങ്ങൾ ഉണ്ടല്ലോ, ഈ കുട്ടികൾ ലംഘിക്കുന്ന ട്രാഫിക് നിയമം ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? നോക്കിയേ, ബസ്സിന് പുറത്തേക്ക് എന്ത് ചെയ്യാണ്? കൈയും തലയും ഇടുന്നുണ്ട് അല്ലേ? ബസ്സിന് പുറത്തേക്ക് കൈയും തലയും ഇടുന്നുണ്ട്. എങ്ങനെ എഴുതാം? പുട്ടിങ് ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ജനാലയ്ക്ക് പുറത്ത് വാഹനത്തിന് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? കൈയും തലയും ഇടരുതെന്നുണ്ട്, ഇടുന്നു. അതാണ് ഇവിടെ ലംഘിക്കുന്ന നിയമം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബേയിങ് ദിസ് റൂൾ? ഈ റൂള് എന്താ അനുസരിക്കുന്ന ഗുണം എന്താ? Following these rules is essential to prevent accident. ആക്സിഡന്റിന് തടയാം. And ensure the safety of students during travel. യാത്രാ സമയത്ത് അവരുടെ സുരക്ഷ എന്ത് ചെയ്യാം? ഉറപ്പാക്കാം. ഈ 2 കാര്യങ്ങൾ, ആക്സിഡന്റ്, അപകടങ്ങൾ ഒഴിവാക്കാം, സുരക്ഷ ഉറപ്പാക്കാം. ഇത് രണ്ടുമാണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ. Write any one road safety rule which we should obey. അടുത്തെന്താണ്? രണ്ടാമത്തെ ചോദ്യം, നമ്മൾ പാലിക്കേണ്ട ഏതെങ്കിലും ഒരു റോഡ് സുരക്ഷാ നിയമം എഴുതുക. ഏതെഴുതാം? ഓൾവേസ് യൂസ് ദ സീബ്ര ക്രോസിംഗ് ടു ക്രോസ് ദ റോഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ടീച്ചറിലൂടെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ സീബ്ര ക്രോസിങ്ങിലൂടെ എന്ത് ചെയ്യുക? റോഡ് മുറിച്ച് കടക്കുക. അത് ചെയ്യാം. അല്ലെങ്കിൽ നടപ്പാതയിലൂടെ മാത്രം നടക്കുക. അതൊക്കെ എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. സി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പർപ്പസ് ഓഫ് ദ ട്രാഫിക് സൈൻ ഗിവൺ ഹിയർ. ഇവിടെ നൽകിയിരിക്കുന്ന ട്രാഫിക് സൈൻ ഏതിനെ കുറിച്ചാണ്? ചിൽഡ്രൻ ഷുഡ് നോട്ട് റൺ. ക്രോസിംഗ് ഈസ് അലൗഡ് ഹിയർ. There is a school nearby. Maintain queue. ഇതിലേതാ ശരി? സി ആണ് ശരി. There is a school nearby. അടുത്ത് സ്കൂൾ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ട്രാഫിക് സൈൻ. ഡി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ടുണ്ട്. Pedestrians should walk along the right side of the road. It helps to see the vehicles from the opposite side. കാൽനട യാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണമെന്നാണ് ഇവിടുത്തെ പ്രസ്താവന. റീസൺ, കാരണം എന്താണ്? എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ ഇത് സഹായിക്കുമെന്നാണ്.
അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്, റീസൺ ആണോ കറക്റ്റ്, അല്ലെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടും തെറ്റാണോ? ഏതാണ് ശരി? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റും ശരിയാണ്, റീസണും ശരിയാണ്. ഇനി 1B ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആർ റീഡിംഗ് എ ബുക്ക് ഓൺ ഫസ്റ്റ് എയ്ഡ്. സ്റ്റെപ്സ് ഇൻ ഫസ്റ്റ് എയ്ഡ് ടു ബി ഫോളോഡ് ആർ മിസ്സിംഗ്. ഫിൽ ദ മിസ്സിംഗ് പാർട്ട്. ഇവിടെ ചതവിനെ കുറിച്ചും പറയുന്നുണ്ട്, ഫ്രാക്ചർ പൊട്ടലിന്റെ പിക്ചറും കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കണ്ടോ? ചതവിനുള്ള ശുശ്രൂഷ, അതുപോലെ തന്നെ അസ്ഥി പൊട്ടിയാലുള്ള ശുശ്രൂഷ. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചതാണ്. മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വയ്ക്കുക. ഇതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആശുപത്രി പോകണം, അതിനും എന്ത് ചെയ്യണം? ഒടിഞ്ഞ ഭാഗം ഒരു മരസ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടി വെക്കണം. അത് ഇളകാതിരിക്കാൻ, ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും. ഇത് രണ്ടുമാണ് ഇവിടെ നൽകി. ചതവിനും അതുപോലെ ഫ്രാക്ചർ പൊട്ടലിനുമുള്ള പരിഹാരം ചെയ്യേണ്ട കാര്യം, പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ്. B question, circle the items which are not included in the first aid box. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടാത്ത ഒത്തിരി സാധനങ്ങൾ ഇതിലുണ്ട്. അത് ഏതൊക്കെയെന്നാണ്? ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയാം. സിസേഴ്സ്, കോട്ടൺ ക്ലോത്ത്, ബാൻഡേജ്, സോപ്പ്, പിൻ, വുഡൻ സ്കെയിൽ, ട്വിസേഴ്സ്, ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത എന്താണ്? പെൻസിൽ വേണോ? വേണ്ട. നോട്ട്ബുക്ക് വേണോ? വേണ്ട. സോയിൽ, മണ്ണ് വേണോ? വേണ്ട. ബ്രൂം സ്റ്റിക്ക് വേണോ? വേണ്ട. ബാക്കിയെല്ലാം വേണം. വുഡൻ സ്കെയിലൊക്കെ വേണം. ഓക്കെ, ഫ്രാക്ചറിന് കെട്ടാനായിട്ട് സ്കെയിൽ വേണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ടാത്ത സാധനങ്ങൾ. ഇതായിരുന്നു ബി ചോദ്യം. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിന് നേരെ ടിക്ക് മാർക്ക് ഇടുക എന്നുള്ളതാണ്. അപ്ലൈ ഹണി ആൻഡ് ടൂത്ത് പേസ്റ്റ് ഓൺ ദ ബേൺഡ് ഏരിയ. പൊള്ളലേറ്റ ഭാഗത്ത് ഹണിയോ ടൂത്ത് പേസ്റ്റോ ഇടുക. റബ് ദ ഐ ഇഫ് ഡസ്റ്റ് എൻറ്റേഴ്സ്. കണ്ണിൽ പൊടി വീണാൽ തിരുമുക. ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ. ചെവിക്കകത്ത് ഒന്നും ഇടാണ്ടിരിക്കുക. ഇഫ് ദ ഹെഡ് സ്വെൽസ് ആഫ്റ്റർ ഹിറ്റിംഗ് പ്രസ് ആൻഡ് റബ് ദ ഏരിയ ഫോഴ്സ്ഫുള്ളി. തലയിടിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ തിരുമ്മി കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ. ചെവിക്കകത്ത് ഒന്നും ഇടരുത് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 2, വെജിറ്റബിൾ ഗാർഡൻ. ക്ലാസിഫൈ ദ വെജിറ്റബിൾസ് ഇൻ ദ ഗാർഡൻ ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഇൻ ദ ബോക്സസ് ആർ ഗിവൺ ബിലോ. ലീവ്സ് യൂസ്ഡ് ഫോർ ഫുഡ്, cooked or raw food that can be consumed, flowers that can be eaten, fruits and vegetables. Okay, leaves used for food. Spinach, മുരിങ്ങ, ഇതൊക്കെ എന്ത് ചെയ്യാം? ഇല കഴിക്കാം. നമുക്ക് കുക്ക് ചെയ്യാണ്ടും പച്ചക്കും കഴിക്കാൻ പറ്റുന്നത് ക്യാരറ്റ് കഴിക്കാം, കുക്കുംബർ കഴിക്കാം. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ്, മുരിങ്ങ, ബനാന, അതൊക്കെ എന്ത് ചെയ്യും? ബനാന ഫ്ലവർ, വാഴക്കൂമ്പ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. ഇനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ടൊമാറ്റോ, ബ്രിഞ്ചൽ, നമുക്ക് അറിയാലോ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഇതും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. ഇതിൽ കറക്റ്റ് പെയർ ഏതാണ്? സോയിൽ ഏതാണ്? ഫാമിംഗ്. പോണ്ട് ഏതാണ്? വാട്ടർ റിസോഴ്സ്. ഡ്രൈ ഡേ, മൊസ്കിറ്റോ കൺട്രോൾ. ബാത്ത്, പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ 3, 1, 4, 2 ആണ് ആൻസർ. 3, 1, 4, 2 ആണ് ആൻസർ. ഓക്കെ. ആക്ടിവിറ്റി 3, അവർ ലാൻഡ് കേരള. Write the name of the neighboring states of Kerala on the map of India. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൻ്റെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഏതൊക്കെയാണ്? തമിഴ്നാട് ഉണ്ട്, കർണാടക ഉണ്ട്. ഇതാണ് കർണാടക, ഇതാണ് തമിഴ്നാട്. റൈറ്റ് ദ നെയിം ഓഫ് ദ സീ അഡ്ജസൻറ്റ് ടു കേരള. കേരളത്തിൻ്റെ അടുത്തുള്ള സീ ഏതാണ്? കടൽ ഏതാണ്? അറേബ്യൻ സീ, അറബിക്കടലാണ് അറേബ്യൻ സീ. അതിൽ ക്ലാസിഫൈ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളം ഇൻ ദ ടേബിൾ. ഡിസ്ട്രിക്ട് വിത്ത് സീഷോർ, ഡിസ്ട്രിക്ട് ദാറ്റ് ഡു നോട്ട് ഹാവ് സീഷോർ. കടൽ തീരമുള്ളതും കടൽ തീരമില്ലാത്തതും. കടൽ തീരമുള്ളത് ഇതിൽ ഏത് 3 എഴുതിയാലും ശരിയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇതിലേതെങ്കിലും 3 എഴുതാം. ഇനി സീഷോർ ഇല്ലാത്തതിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്. ഇതിലേതെങ്കിലും 3 എഴുതിയാൽ ശരിയാണ്. ഇതിൽ 3 ഇഷ്ടമുള്ളത് എഴുതാം, ഇതിലേതെങ്കിലും ഇഷ്ടമുള്ള 3 എഴുതാം. ശരി ഉത്തരമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3B ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്കൈ വ്യൂസ്, ആകാശ കാഴ്ചകൾ. വിച്ച് സ്പിയേഴ്സ് ഇൻ ദ സ്കൈ ആർ യു ഫെമിലിയർ വിത്ത്? ഇല്ലുസ്ട്രേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആൻഡ് റൈറ്റ് ദ നെയിംസ്. അപ്പോൾ ആകാശഗോളങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? അവിടെ നമുക്ക് ആകാശഗോളം നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സൺ പഠിച്ചിട്ടുണ്ട്, എർത്ത് പഠിച്ചിട്ടുണ്ട്, മൂൺ പഠിച്ചിട്ടുണ്ട്, പ്ലാനറ്റ്സ് പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്നത് ഏതൊക്കെയാണ്? സൺ നിങ്ങൾക്കറിയാം, അതാണ് ഏറ്റവും വലുത്.
സൈസ് അനുസരിച്ച് അതിൻ്റെ പേര് എഴുതണം കേട്ടോ. സൈസ് അനുസരിച്ച് അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. പിന്നെ അത് പേര് എഴുതണം. സൺ, എർത്ത് അതിനേക്കാളും ചെറുതാണ്. മൂൺ അതിനേക്കാളും ചെറുതാണ്. സൺ, എർത്ത്, മൂൺ ഇത് മൂന്ന് നിങ്ങൾക്ക് അറിയാവുന്ന സ്പേസ് ആണ്. ഓക്കെ, ആകാശഗോളങ്ങളാണ്. Put a tick mark against the correct statement and wrong mark against the wrong one. ശരിയായിട്ടുള്ളതിന് ശരിയായിട്ടുള്ള ചിഹ്നം കൊടുക്കുക, തെറ്റായിട്ടുള്ളതിന് തെറ്റായിട്ടുള്ള ചിഹ്നം കൊടുക്കുക. The sun is a star. സൂര്യൻ ഒരു സ്റ്റാർ ആണ്. യെസ്, ശരിയാണ്. The sun is the closest star to the earth. എർത്തിന് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ആണ് സൺ. യെസ്, ശരിയാണ്. Compared to the sun, the moon is very far from the earth. തെറ്റാണ്. Compared to the earth, the sun is smaller. തെറ്റാണ്. രണ്ടെണ്ണം ശരി, രണ്ടെണ്ണം തെറ്റ്. Okay. ഇനി സി ക്വസ്റ്റ്യൻ. Statement 1, the moon can shine by itself. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നു. Statement 2, the brightness of the moon at night is due to the light of the sun. സൂര്യപ്രകാശത്തിന്റെ ഇതുകൊണ്ടാണ്, ലൈറ്റ് കൊണ്ടാണ് മൂൺ തിളങ്ങുന്നത് എന്നാണ്, രാത്രി തിളങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇതിലേതൊക്കെയാണ് ശരി? ഒന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഏതാ വരിക? only statement 2 is correct. ബി ആണ് ശരി ഉത്തരം. നാലാമത്തെ ആക്ടിവിറ്റി, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്. സ്കൂൾ ഉണ്ട്, പഞ്ചായത്ത് ഓഫീസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ബാങ്ക് നൽകിയിട്ടുണ്ട്, മണി ട്രാൻസാക്ഷൻ ആണ്. സ്കൂൾ കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? പഞ്ചായത്ത് ഓഫീസ് എഴുതാം, പോസ്റ്റ് ഓഫീസ് എഴുതാം, പോലീസ് സ്റ്റേഷൻ എഴുതാം. ഇവിടെ പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസ് എഴുതുകയാണ്. സ്കൂൾ എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ആണ്. പോലീസ് സ്റ്റേഷൻ ലോ ആൻഡ് ഓർഡർ. പോസ്റ്റ് ഓഫീസ് എന്താ ചെയ്യുന്നത്? മെയിൽ ആൻഡ് പാർസൽ ഡെലിവറി ആണ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്നത്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി എൻഷ്യൂർഡ് വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ്? ഒരു വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? സ്യൂട്ടബിൾ ടു ദ ക്ലൈമറ്റ്, ക്ലൈമറ്റിന് അനുയോജ്യമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സെക്യൂർ, സുരക്ഷിതമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി കോൺക്രീറ്റ് ഹൗസ്, കോൺക്രീറ്റ് കൊണ്ടുള്ള ഹൗസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് ഡെക്കറേറ്റീവ് ഇലക്ട്രിക് ബൾബ്സ് ഇൻ എവറി റൂം, എല്ലാ റൂമിലും ഇലക്ട്രിക് ബൾബ് കൊണ്ട് ഡെക്കറേറ്റീവ് ചെയ്തിരിക്കണം. ഇതിൽ ഏതൊക്കെയാണ്? എയും ബിയും ആണ് ശരി. ഓപ്ഷൻ 4, എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓക്കെ. ഇനി ആക്ടിവിറ്റി 5, നാഷണാലിറ്റി ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് മാപ്സ്. ഐഡന്റിഫൈ ആൻഡ് മാച്ച് ദ നാഷണൽ സിംബൽ. നാഷണൽ ആനിമൽ ടൈഗർ. നാഷണൽ ട്രീ ബനി ട്രീ. നാഷണൽ എംബ്ലം നാഷണൽ ബേർഡ് പീകോക്ക്. ഓക്കെ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഡിസ്ട്രിക്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്ട്, അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലായിരിക്കുമല്ലോ നിങ്ങൾ എക്സാം എഴുതുക. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം എഴുതുക, കൊല്ലം ആണെങ്കിൽ കൊല്ലം എഴുതുക, എറണാകുളം ആണെങ്കിൽ അങ്ങനെ എഴുതുക. നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്, നിങ്ങളുടെ അതിനടുത്തുള്ള ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ്? ഓക്കെ. ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ അതിനടുത്ത് കണ്ണൂരാണ്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്, നിങ്ങളുടെ സ്ഥലത്തെ ആ ജില്ലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എഴുതുക. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു 5ാമത്തെ ചോദ്യം. എക്സാം ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്
STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.